നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ശ്രീരാമചന്ദ്രനെ മുൻനിർത്തി ആ പൂർവ പ്രപിതാക്കൾ മുഴുവൻ പറഞ്ഞത് കുളിക്കുക തേവാരം. കുളിയും തേവാരവുമാണ് സനാതനധർമ്മം. രാവിലെ എഴുന്നേൽക്ക, കുളിക്കുക. എന്താ തേവാരം? തേവരുടെ കാര്യമാണ് തേവാരം, ദേവകാര്യമാണ് തേവാരം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുക, കുളിക്കുക ചെയ്യുന്നുണ്ടോ? നാമജപം മുടക്കാറുണ്ടോ? മുടക്കരുതേ. ശ്രീരാമചന്ദ്രന്റെ ജീവിതം നല്ലപോലെ ശ്രദ്ധിക്കൂ. രാമൻ ജീവിതത്തിൽ ഒരിക്കലും ദേവകാര്യം മുടക്കിയിട്ടില്ല. ഹിന്ദുക്കൾ വിളിച്ചുണർത്തുന്നത് എന്തിനാണെന്നറിയോ? ഹിന്ദു വീടുകളിൽ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ അച്ഛനും അമ്മയും പറയുന്ന ഒരു വാക്കുണ്ട്: എഴുന്നേൽക്ക്, പഠിക്ക്, എഴുന്നേൽക്ക്, വായിക്ക്, എഴുന്നേൽക്ക്, പരീക്ഷ വരണത്, എഴുന്നേൽക്ക്, ടെസ്റ്റ് പേപ്പർ ഉണ്ട്, എഴുന്നേൽക്ക്, പഠിക്ക്, പഠിക്ക്, പഠിക്ക്. നിങ്ങളൊരു ഇതര മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താമസിക്കൂ. അവിടുത്തെ അമ്മച്ചിയും അപ്പച്ചനും കുട്ടികളെ വിളിച്ചുണർത്തുന്നത് എഴുന്നേൽക്ക്, പള്ളിയിൽ പോകൂ, എഴുന്നേൽക്ക്, കുളിക്ക്, പ്രാർത്ഥിക്കൂ. ഒരു ഇസ്ലാം മത വിശ്വാസിയായ, തികഞ്ഞ ഇസ്ലാം മത വിശ്വാസിയായ ഒരു സനാതന ധർമ്മിയുടെ വീട്ടിലൊന്ന് താമസിക്കൂ. അവർ കുട്ടികളോട് പറയുന്നത് എഴുന്നേൽക്കൂ, കുളിക്കൂ, നിസ്കരിക്കൂ, എഴുന്നേൽക്കൂ, കുളിക്കൂ, ഖുർആൻ വായിക്കൂ, എഴുന്നേൽക്കൂ, കുളിക്കൂ, ഹദീസുകൾ വായിക്കൂ, എഴുന്നേൽക്കൂ, കുളിക്കൂ, നമ്മുടെ ദേവകാര്യങ്ങൾ ചെയ്യൂ, പള്ളിയിൽ പോകൂ. ഹിന്ദു മാത്രം പറയും എഴുന്നേൽക്ക്, പഠിക്ക്, എഴുന്നേൽക്ക്, പഠിക്ക്. ഈ ലോകത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലും സീറ്റ് കിട്ടുന്നത് ആർക്കാ? ഇല്ലം തോറും രാമായണം എന്ന ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ചെന്നൈയിലുള്ള സനാതന ധർമ്മികളായ സർവരുടെയും കൂട്ടായ്മയായ സത്സംഗമയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ സമാപന കാര്യക്രമമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ഒരു കാര്യക്രമ വേദിയിലെ പ്രഥമ വ്യക്തിത്വം സത്സംഗമയുടെ അധ്യക്ഷൻ ശ്രീ KS ജയഗണേഷ് അവറുകൾ, ഈ ഒരു കുടുംബ സംഗമം പ്രത്യക്ഷ ഈശ്വര ചൈതന്യമായ സൂര്യ ഭഗവാന്റെ പ്രാതിനിധ്യം ഈ വിളക്കിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം ചെയ്ത സംപൂജ്യ സ്വാമിജി വിനയാമൃതാനന്ദപുരി അവറുകൾ, പിതൃതുല്യരായ ആശംസകൾ അർപ്പിച്ച KK ജനാർദ്ദനൻ അവറുകൾ, ഡോക്ടർ രവീന്ദ്രരാജ അവറുകൾ, സത്സംഗമയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ദേവകുമാർ അവറുകൾ, സർവോപരി ഈ ഒരു കൂട്ടായ്മയെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച സത്സംഗമയുടെ വക്താക്കളും പ്രയോക്താക്കളുമായ അതിൻ്റെ കാര്യകർത്താക്കന്മാർ, ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നു ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. വീടുകൾ തോറും രാമായണ ശീലുകൾ അലയടിക്കണം. രാമായണത്തെ, രാമായണ തത്വങ്ങളെ സ്വജീവിതത്തിൽ പരിപാലിക്കണം. അതിന് ആരംഭം കുറിക്കുന്ന ഈ ഒരു സമാപന കാര്യക്രമം അതതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ, ലക്ഷ്യത്തിൽ ഏറ്റവും അധികം മുന്നോട്ടു പോകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ആ ശക്തിവിശേഷണം ശാസനം ചെയ്യുന്ന ധർമ്മശാസ്താവിൻ്റെ ചൈതന്യമുള്ള ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ രാമായണത്തിൽ നിന്ന് നാം എന്ത് പഠിക്കണം, എന്താണ് അറിയേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് സമയം രാമായണത്തെ സംബന്ധിച്ച് ഒരു 4-5 കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക. ഇതാണ് ഈ ഒരു സമാപന വേദിയിൽ പറയാൻ എൻ്റെ മനസ്സിലുള്ളത്. രാമായണം നമുക്കെല്ലാവർക്കും അറിയാം. സനാതനധർമ്മത്തിൻ്റെ സവിശേഷ ഭാവമായ ഗുരു ശിഷ്യ സംവാദത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. നമ്മുടെ സനാതനധർമ്മത്തിന് ഏറ്റവും വലിയൊരു വിശേഷം ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള സംവാദങ്ങളാണ്. സർവഗ്രന്ഥങ്ങളും, ഏത് ഗ്രന്ഥവും എടുത്തു നോക്കിയാൽ ചോദ്യം ചോദിക്കുന്ന ശിഷ്യനും ഉത്തരം പറയുന്ന ഗുരുവുമാണ് നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളുടെയും ആരംഭത്തിലുള്ളത്.
സർവ ഉപനിഷത്ത് സാരം അതിൻ്റെ ജ്ഞാനഭാഗമാണ് ഉപനിഷത്തുക്കൾ എന്നുള്ളത്. എല്ലാ ഉപനിഷത്തും എടുത്താൽ അതിൽ ചോദ്യം ചോദിക്കുന്ന ഒരു ശിഷ്യൻ, ഉത്തരം പറയുന്ന ഒരു ഗുരു. ശിഷ്യന്റെ കുശാഗ്രമായ ബുദ്ധിയുള്ള ആ ശിഷ്യന്റെ നാവിൽ നിന്ന് തുടുത്തുവിടുന്ന ചോദ്യശരങ്ങൾ സർവാത്മന തുറന്ന മനസ്സോടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ആ ഗുരുവായിട്ടുള്ള ആചാര്യൻ അതിനുത്തരം പറഞ്ഞു കൊടുക്കും. ആ ഉത്തരം പറയുന്ന സമയത്ത് ആ ഗുരുവിൻ്റെ ഉള്ളിലൊരു ഉദ്ദേശമുണ്ട്. താൻ പറയുന്ന ഉത്തരത്തിൽ പിടിച്ച് അടുത്ത ചോദ്യം ചോദിക്കുവാൻ തൻ്റെ ശിഷ്യനെ പ്രാപ്തനാക്കണം. ആ ഉത്തരത്തിൽ നിന്ന് ശിഷ്യൻ വീണ്ടും അടുത്ത ചോദ്യത്തെ ഉന്നയിക്കും. സ്വാഭാവികമായും ഗുരു ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങളെ എന്നും എവിടെയും സ്വീകാര്യതയോടുകൂടി സമീപിച്ചിരുന്ന ഭാരതീയ ഗുരുപരമ്പരയുടെ ആ വക്താക്കളും പ്രയോക്താക്കളും അതിനുത്തരം പറയുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാൻ ഒരവസരം കൊടുക്കും. ഇങ്ങനെ ഉപനിഷത്തുക്കൾ ഏതെടുത്തു നോക്കിയാലും ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഉത്തരങ്ങളാണ് എല്ലാ ഉപനിഷത്തും. ഇനി നമ്മുടെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഏതെങ്കിലും ഒന്ന് എടുക്കൂ. ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ ഉള്ളതും ഇതേ സംവാദമാണ്. മഹാഭാരതം സംവാദമാണ്. മഹാഭാരതത്തിലെ തത്വജ്ഞാനമായ ഭഗവത്ഗീതയിൽ ചോദ്യം ചോദിക്കുന്നത് ശിഷ്യനായ അർജുനനാണ്. ഉത്തരം പറയുന്നത് ഗുരുവായിട്ടുള്ള കൃഷ്ണനാണ്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ ഉത്തരം പറയുന്നു. ഇനി പുരാണ രചനകൾ ഏതും എടുത്തു നോക്കൂ. പുരാണങ്ങളിലെല്ലാം സൂത മഹാബാഹോ എന്ന് പറഞ്ഞ് സൂതനെ അഗ്രിമസ്ഥാനത്തിരുത്തി ഋഷിഗണങ്ങളെല്ലാം ശിഷ്യഗണങ്ങളായി ഇരുന്നു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഗുരു അതിനുത്തരം പറയുന്നു. നോക്കൂ, ഭാരതത്തിൻ്റെ ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ചോദ്യങ്ങൾ ചോദിക്കുന്ന ശിഷ്യന്മാരും ഉത്തരം പറയുന്ന ഗുരുവുമാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ചോദ്യം ചോദിക്കുന്നത് ഗുരുവും ഉത്തരം പറയുന്നത് പാവം പിടിച്ച നമ്മളുടെ വിദ്യാർത്ഥികളുമാണ്. എവിടെയാണ് സനാതനധർമ്മം ഉയർന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ള ശിഷ്യഗണങ്ങളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സവിശേഷമായ വിദ്യാക്രമം. ആ ക്രമമാണ് വാൽമീകി രാമായണത്തിൻ്റെ ആരംഭം. അതിൽ ചോദ്യം ചോദിക്കുന്നത് ശിഷ്യനായിട്ടുള്ള വാൽമീകിയാണ്. ചോദ്യം എന്തായിരുന്നു? ഒരു ചോദ്യം ഒരാൾ ചോദിക്കണമെങ്കിൽ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് മഥനം ചെയ്ത എന്തോ ഒന്ന് അദ്ദേഹം സമൂഹത്തിലേക്ക്, സമൂഹ നന്മയ്ക്കായി നോക്കിയപ്പോൾ സമൂഹത്തിന് മുഴുവൻ അനുകരിക്കാൻ പറ്റുന്ന, സമൂഹത്തിന് മുഴുവൻ റോൾ മോഡലായ, സമൂഹത്തിൻ്റെ മുന്നിൽ സർവഗുണങ്ങളുമുള്ള, സർവാവയവ സമ്പന്നനായ ഒരു വ്യക്തിത്വത്തെ കാണാനില്ല. കാണാനില്ലെങ്കിൽ സമൂഹം ആരെയാണ് മുൻനിർത്തി ജീവിക്കുക? അതിന് പറ്റിയ ഒരു വ്യക്തിത്വം വേണം. കവി ഹൃദയമുള്ള ഋഷിമാരെല്ലാം സമൂഹത്തിനുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി അവരങ്ങനെ അന്വേഷിച്ച് നടക്കും. ആ കൂട്ടത്തിൽപ്പെട്ട തപസ്വിയാണ് വാൽമീകി. വാൽമീകിയുടെ മനസ്സിലൊരു പ്രശ്നം, അന്നത്തെ ലോകത്ത് സർവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു പുരുഷോത്തമനുണ്ടോ, ഒരു വ്യക്തിത്വമുണ്ടോ എന്നതാണ്. ആ വ്യക്തിത്വത്തെ തേടിയാണ് വാൽമീകി ദീർഘകാലമായി തപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തപം ചെയ്യുന്ന വാൽമീകി മാമുനി തൻ്റെ മുന്നിൽ വന്ന ഗുരുശ്രേഷ്ഠനായ നാരദനോട് ചോദിച്ചു, എൻ്റെ മനസ്സിൽ ഇന്നുള്ള പ്രശ്നം ഇതാണ്, സമൂഹത്തിൻ്റെ മുന്നിൽ മാതൃകയായി വെക്കാൻ പറ്റുന്ന വ്യക്തിത്വമുണ്ടോ? ആ വ്യക്തിക്ക് അന്ന് സമൂഹത്തിന് വേണ്ട മൂല്യങ്ങൾ ഉണ്ടാകണം. അന്നത്തെ സമൂഹത്തിന് എന്തൊക്കെ മൂല്യം വേണം? ഏതൊക്കെ മൂല്യങ്ങളുടെ കുറവ് കൊണ്ടാണ് സമൂഹം താങ്കളുടെ ധർമ്മം മറക്കുന്നത്? അതുകൊണ്ട് ആ ധർമ്മത്തെ ഊട്ടിയുറപ്പിക്കുവാൻ അതിനു പറ്റിയ യോഗ്യതയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. മൊത്തം സമൂഹത്തിൻ്റെ മുന്നിൽ പ്രേരണയാകാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ആ ചോദ്യമാണ് കോന്നോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ചോദ്യം തനിക്ക് വേണ്ട വാല്യൂസ് ഏതൊക്കെയാണോ ആ വാല്യൂസിനെ കുറിച്ചാണ്. ധർമ്മജ്ഞനും
കൃതജ്ഞനും സത്യവാനും ദൃഢവ്രതനും പ്രിയദർശനനും വിദ്വാനും സമർത്ഥനും സർവഭൂതഹിതനും, ഇങ്ങനെ തുടങ്ങി 15 വാല്യൂസ്, അതായത് അന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്ത, ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കേണ്ട ഏതൊരു മൂല്യങ്ങളുടെ അടിത്തറയിലാണോ സമൂഹം വർത്തിച്ച് ഒരു ധർമ്മരാഷ്ട്രം ഉണ്ടാകേണ്ടത്, ആ ധർമ്മരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് യോഗ്യനായൊരു പുരുഷനെ വേണം. അതുകൊണ്ട് ചോദിച്ചു, മഹർഷേത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. ഇത്തരത്തിൽ ഒരു നരനുണ്ടോ? ഈ വിധത്തിലുള്ള ഒരു പുരുഷോത്തമനുണ്ടോ? ഈ വിധത്തിൽ സർവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമുണ്ടോ? അത്തരം ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് അറിയണം. എന്തിനറിയണം? അന്നത്തെ വർത്തമാനകാല പശ്ചാത്തലം ആ അറിവിനെ കൂടുതൽ അന്വേഷിക്കുവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു. എന്തായിരുന്നു അന്നത്തെ വർത്തമാനകാല പശ്ചാത്തലം? ജനങ്ങളുടെ മുന്നിൽ റോൾ മോഡലാകേണ്ട ഭരണാധികാരി, ആ ഭരണാധികാരികളെല്ലാം വഴിപിഴച്ചുപോയ ജീവിത വൃത്തി കൊണ്ട് നടക്കുന്നവരാണ്. ഒരു ഭരണാധികാരിക്കെതിരെ ഒന്നും ആരോപിക്കപ്പെടരുത്. അദ്ദേഹം അഴിമതി നടത്തിയോ ഇല്ലയോ എന്നതല്ല നമ്മുടെ പ്രശ്നം. ആരോപണം ഉന്നയിക്കപ്പെടരുത്. ഒരു പൊതുപ്രവർത്തകന് നേരെ ആരോപണം ഉന്നയിക്കപ്പെടരുത്. ആരോപണം ഉന്നയിക്കപ്പെടുന്ന തരത്തിൽ തൻ്റെ ജീവിതത്തെ അത്തരം ആളുകളുമായി സംവദിക്കുകയോ കൂട്ടുകൂടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യരുത്. അതുകൊണ്ട് അന്നത്തെ രാജാക്കന്മാർ പ്രധാനപ്പെട്ട 3 പേരാണ്. ആ 3 പേരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ ആള് അയോധ്യ ഭരിച്ചുകൊണ്ടിരുന്ന ദശരഥ മഹാരാജാവാണ്. ദശരഥ മഹാരാജാവിനെ സർവർക്കും അനുകരിക്കാൻ പറ്റിയ വ്യക്തിത്വമാണ്, നല്ല രാജാവാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഒരു നല്ല വ്യക്തിത്വത്തിന് വേണ്ട ഗുണങ്ങളിൽ പലതും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ആള് വേണം. ആരായിരുന്നു ദശരഥൻ? ദശരഥന്റെ വിവരണം വാൽമീകി രാമായണത്തിൽ ഒരു അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ദേവേന്ദ്രൻ ദേവലോകമായ ആ അമരാവതി ഭരിച്ചിരുന്നതുപോലെ രാജ്യം ഭരിച്ച് പ്രജകളെ പുത്രന്മാരെ പോലെ പരിപാലിച്ച് ജീവിച്ച വ്യക്തിത്വമാണ് ദശരഥൻ. അയോധ്യയ്ക്ക് സർവ്വവിധത്തിലുമുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്ത മഹാരാജാവാണ് ദശരഥൻ. വില്ലാളി വീരനാണ്, വീരപരാക്രമിയാണ്, വേദജ്ഞനാണ്, വേദാംഗങ്ങൾ മുഴുവൻ പഠിച്ച, ധനുർവേദത്തിൽ അഗ്രിമനായ, യുദ്ധക്കളത്തിൽ ഒരിക്കലും പരാജയം ഏറ്റുവാങ്ങാത്ത ആ അയോധ്യയെ സർവഗുണം കൊണ്ടും സമ്പന്നമാക്കിയ വ്യക്തിത്വമാണ് ദശരഥൻ. പക്ഷേ ഒരു രാജാവിന് ഒരിക്കലും പാടില്ലാത്ത അമിതമായ ഭോഗ താല്പര്യമുള്ളവൻ കൂടിയിട്ടാണ് ദശരഥൻ. ഒരു ഭരണാധികാരി സമൂഹത്തിന്റെ മുന്നിലെ മാതൃകാ വ്യക്തിത്വമാണ്. അദ്ദേഹം ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. ആ ഭരണാധികാരി അതിരുവിട്ട കാമചിന്തയ്ക്കും ഭോഗ തൽപരതയ്ക്കുമൊക്കെ അടിസ്ഥാനമായാൽ ആ പേക്കോലത്തെ പരമാവധി വേഗം ആ ലോകത്ത് നിന്ന് ഇല്ലാതാക്കണം. അതുകൊണ്ട് അന്നത്തെ രാജാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ദശരഥന് 99 ഗുണങ്ങളുണ്ടെങ്കിലും രാജാവിന് ഒരിക്കലും പാടില്ലാത്ത അമിത ഭോഗചിന്ത ഈ ദശരഥന്റെ രൂപത്തിലുള്ളത് കൊണ്ട് ദശരഥൻ ചെയ്ത ഒന്നാമത്തെ കാമതൽപരത കൈകേയിയെ വിവാഹം കഴിക്കാൻ വേണ്ടി അതുവരെ രാജ്യത്തുണ്ടായിരുന്ന നിയമങ്ങളെ മുഴുവൻ മാറ്റി എഴുതി എന്നുള്ളതാണ്. എന്തായിരുന്നു അത്? മൂത്ത ഭാര്യ ആരാണോ, ജ്യേഷ്ഠ പത്നി മൂത്തവൾ ആരാണോ, ആ മൂത്ത രാജ്ഞിയുടെ ഭാര്യയുടെ ഏതാണോ മൂത്ത പുത്രൻ, ആ പുത്രന് രാജ്യാവകാശം എന്നുള്ളതാണ്. ദശരഥന് വിവാഹം കഴിച്ച് ദീർഘകാലമായിട്ടും 2 ഭാര്യമാരിലും മക്കളുണ്ടായില്ല. 3ാമത്തെ ഭാര്യയാണ്, ഒരു സംശയവും വേണ്ട, കൈകേയി. കൈകേയിയെ കാണുന്ന ദശരഥൻ ആ കൈകേയിയുടെ സാമർഥ്യത്തിലും അവരുടെ സർവമേഖലയിലുമുള്ള അറിവിലും അത്ഭുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യധാമത്തെ, ആ തേജോപുഞ്ചത്തെ, ആ ഭുവനൈക സുന്ദരിയെ, ആ സുകുമാരാംഗിയെ, ആ സുന്ദര കളേബരമായിട്ടുള്ള ഗാത്രത്തോടു കൂടിയിട്ടുള്ള ആ സാമർഥ്യമുള്ള പെൺകുട്ടിയെ തനിക്ക് വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സ്വാഭാവികമായും പുത്രന്മാരുണ്ടാകണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടും ക്ഷത്രിയന്മാർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അന്നത്തെ കാലം അനുവദിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തെറ്റില്ല. പക്ഷെ തെറ്റ് സംഭവിച്ചത്
കേകയ രാജ്യത്ത് പോയി കൈകേയിയുടെ അച്ഛനോട് വിവാഹാഭ്യർത്ഥന, തനിക്ക് കൈകേയിയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വസിഷ്ഠനും സുമന്ത്രർക്കും മാത്രം അറിയാവുന്ന ആ രഹസ്യം അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ദശരഥനോട് കേകയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഹാരാജാവേ, എൻ്റെ മകളായ കൈകേയി സാമർഥ്യശാലിയാണ്. ഇന്നത്തെ ദൃഷ്ടിയിൽ നോക്കിയാൽ എല്ലാ വാഹനങ്ങളും ഓടിക്കും, കണ്ടെയ്നർ വരെ ഓടിക്കാൻ കഴിവുള്ളവളാണ്. മാത്രമല്ല യുദ്ധക്കളത്തിൽ രഥം ഓടിക്കാൻ കഴിവുള്ളവളാണ്. രഥം ഓടിക്കുന്ന ആ സാരഥിയുണ്ടല്ലോ, രഥിക്ക് വേണ്ട ആയുധങ്ങൾ ഏതൊക്കെയാണ് അയക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. പോരാ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, എല്ലാ വാഹനങ്ങളിലുമുണ്ട്. അന്നത്തെ രീതിയിൽ ആ രഥി യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയാൽ സാരഥിയാണ് വാഹനത്തെ മാറ്റി നിർത്തി പരിചരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഫസ്റ്റ് എയ്ഡ് എന്താണോ അതറിഞ്ഞിരിക്കണം, വാഹനത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. പോരാ, ശത്രു എടുക്കുന്ന ആയുധത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കി അതിന് തിരിച്ച് നാം അയക്കേണ്ട ആയുധം എന്തെന്ന് സൂത്രരൂപത്തിൽ സൂചിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും വേണം. കേവലം വാഹനമോടിക്കുന്ന ഒരു ഡ്രൈവറല്ല. ധനുർവേദത്തെക്കുറിച്ച്, ധനുർവേദത്തിൽ ഉപയോഗിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് അറിയാവുന്ന കുശാഗ്രബുദ്ധിയുള്ള അമ്മയാണ് കൈകേയി. നിസാരക്കാരിയായി ഒരിക്കലും നാം കൈകേയിയെ കാണരുത്. അവർ അങ്ങേയറ്റം ധിഷണാശാലിയാണ്, ധൈര്യശാലിയാണ്, അറിവുള്ളവളാണ്, സാമർഥ്യമുള്ളവളാണ്. അതോടൊപ്പം സൗന്ദര്യവുമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാൻ പ്രയാസമാണ്. സൗന്ദര്യമുണ്ടെങ്കിൽ സാമർഥ്യം കുറയും, സാമർഥ്യം ഇത്തിരി കൂടിയാൽ സൗന്ദര്യവും കുറച്ച് കുറയും. അതുണ്ടെങ്കിൽ സാമർഥ്യവും ഉണ്ടാവില്ല. ഈ നാട്ടിലെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ കേരളത്തിലെ കാര്യമായി പറയണത്. ഈ നാട്ടിലെ എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ അങ്ങനെയാണ്. സൗന്ദര്യം കുറച്ചുണ്ടോ, സാമർഥ്യത്തിൽ ഇത്തിരി കുറവായിരിക്കും. എന്നാൽ സാമർഥ്യമുണ്ടോ, സൗന്ദര്യം കുറയും. അന്നത്തെ കാലത്ത് ഇത് രണ്ടും ഒരുമിച്ചുള്ള ആളാണ് കൈകേയി. അതുകൊണ്ട് തന്നെ കൈകേയിയെ വിവാഹം കഴിക്കാൻ ചെന്നപ്പോൾ കേകേയൻ പറഞ്ഞൊരു കാര്യം, രാജാവേ, എൻ്റെ മകളെ മറ്റൊരു രാജ്യത്തിലെ രാജാവിന് വിവാഹം കഴിച്ചു കൊടുത്താൽ എൻ്റെ മകൾക്കുണ്ടാകുന്ന ആദ്യത്തെ പുത്രൻ ആ രാജ്യത്തിലെ രാജാവാണ്. പക്ഷെ അങ്ങേക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ദശരഥൻ അന്നത്തെ ലോകത്തിൽ ഏറ്റവും കേമനാണ്, അതുകൊണ്ട് തരുന്നതിൽ വിരോധമില്ല. പ്രായത്തിലേറെ മൂപ്പുണ്ട് അദ്ദേഹത്തിന്, എന്നിട്ടും തരാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്കൊരു വാക്ക് തരണം. എൻ്റെ മകളായ കൈകേയിക്കുണ്ടാവുന്ന ആ പുത്രനെ അയോധ്യയുടെ അധിപനാക്കണം, രാജാവാക്കണം. ഈ വാക്കെനിക്ക് തരാമെങ്കിൽ അങ്ങേക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം. ഭോഗതൽപരനും സൗന്ദര്യാരാധകനുമായൊരു മഹാരാജാവ് ആ കാലം വരെ ഉണ്ടായിരുന്ന നിയമത്തെ മുഴുവൻ മാറ്റിയെഴുതി തൻ്റെ ഭോഗതൽപരതയ്ക്കായി, അദ്ദേഹം കാമതൽപരതയ്ക്കായി അടിയറവ് വെച്ച് മൂത്തവനെ 14 വർഷം കാട്ടിലയക്കാൻ യാതൊരു സങ്കോചവുമില്ലാതെ നിയമം എഴുതി വെച്ച ഈ രാജാവായിരുന്നു അന്നത്തെ ദശരഥൻ. ഇത് വാൽമീകിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ദശരഥൻ മറ്റുള്ളവർക്ക് മുന്നിൽ നിന്ന് ഒരിക്കൽ പോലും അനുകരിക്കാൻ പറ്റിയ വ്യക്തിത്വമല്ല. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് രാമന്റെ വനവാസ കാരണം 14 വർഷം കൈകേയി അമ്മ പറഞ്ഞ ആ വാക്കിൽ പ്രകാരം ആണ് രാമൻ കാട്ടിൽ പോയതെന്ന് ചിന്തിച്ചാൽ നമുക്ക് തെറ്റുപറ്റും. രാമായണം കമ്പോട് കമ്പ് വാൽമീകി രാമായണം മൂലഗ്രന്ഥം വായിച്ചില്ലെങ്കിൽ 6-1 ചുരുക്കി എഴുതിയ ഭക്തിശാസ്ത്രങ്ങളായിട്ടുള്ള രാമായണങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ രാമായണത്തെക്കുറിച്ച് പ്രാമാണികമായി ആധികാരികമായി എഴുതിയ വാൽമീകി രാമായണം വായിച്ചാലാണ് രാമന്റെ വനവാസ കാരണം നമുക്ക് മനസ്സിലാകുള്ളൂ. അത് 2 രാജാക്കന്മാർ തമ്മിലൊരു കരാറിന്റെ പുറത്താണ്. ഇതാണ് രാമന്റെ സത്യപാലനം, പിതൃവാക്യപാലനം. അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ്, 2 കുലങ്ങൾ തമ്മിലുള്ള കരാറാണ്, 2 പാരമ്പര്യം തമ്മിലുള്ള കരാറാണ്. ആ പാരമ്പര്യത്തിൻ്റെയും കുലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമചന്ദ്രൻ കേകേയന് തൻ്റെ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാനാണ് ശ്രീരാമചന്ദ്രൻ 14 വർഷത്തെ വനവാസം തിരഞ്ഞെടുത്തത്. അല്ലാതെ ഭാര്യയ്ക്ക് ഭർത്താവ് എന്തൊക്കെ വാക്ക് കൊടുക്കും, ഇന്ന് തന്നെ കിട്ടിയില്ല
കിട്ടിയിട്ടുണ്ടാവും 3-4 എത്ര ഓഫറാ കിട്ടുക? ഏതെങ്കിലും ലോകത്തിൽ ഇതുവരെ നടന്നിട്ടുണ്ടോ? നടക്കാൻ ഒരു വഴിയില്ല എന്ന് ഭാര്യയ്ക്കും അറിയാം, പറയുന്ന ഭർത്താവിനും അറിയാം. ഇതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാക്കി തീർത്ത കരാറുകൾക്ക് തുടുത്ത യൗവനമുള്ള മകൻ 25 വർഷം കാട്ടിൽ പോയി 39ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ ഒരു നല്ല ഡിസിഷൻ മേക്കർ അല്ല എന്ന് വർത്തമാനകാലത്തിലെ കുഞ്ഞു പറഞ്ഞാൽ നമ്മൾ എന്തുത്തരം പറയും? അപ്പോൾ പറയണം, വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ ഭരതനോട് പറയുന്ന കഥയാണ്. കേകേയ രാജാവുമായി അച്ഛനുണ്ടാക്കിയ ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഭരത ഞാൻ കാട്ടിൽ വന്നത്. നോക്കൂ, അന്നത്തെ രാജാവായ ദശരഥന്റെ ഈ കാമതൽപരതയും ഭോഗതൽപരതയും സൗന്ദര്യാരാധനാ സങ്കല്പവും കൊണ്ട് ഒരു രാജ്യത്തിന്റെ നിയമം മാറി എഴുതി. അതുകൊണ്ട് ദശരഥൻ സർവാവയവ സമ്പന്നനല്ല. അതുകൊണ്ട് അത്തരം ഒരു വ്യക്തിത്വം വേണം. ഇതായിരുന്നു ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അന്ന് രാജ്യം ഭരിച്ച രാജാക്കന്മാരിൽ അത്ര പരിഷ്കൃതമല്ലെങ്കിലും സാമാന്യമായൊരു നാട്ടുരാജ്യമാണ്. അപരിഷ്കൃതമായ പല ജീവിത രീതികളും ഉള്ളത് കൊണ്ടും കുടിച്ചു കൂത്താടി അരഞ്ഞാൻ കാണിച്ച് മാതകത്തിടമ്പോടുകൂടി ലക്ഷ്മണന്റെ മുന്നിൽ വരുന്ന താരയാണ് ആ രാജ്യത്തിന്റെ പ്രതിനിധി. ഇന്നത്തെ പരിഷ്കരിക്കപ്പെട്ടു എന്ന ലോകത്തിൽ എങ്ങനെയാണോ വ്യക്തിത്വം ശ്രേഷ്ഠമായി നിലനിർത്തി ജീവിതത്തിൽ പ്രേരണയാകേണ്ട സ്ത്രീത്വം മദ്യപാനം കൊണ്ട് ലക്കുകെട്ട ആ കാലത്തിന്റെ പ്രതിനിധിയായ താര ലക്ഷ്മണന്റെ മുന്നിൽ വരുന്ന വരവ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും. മുഖത്തേക്ക് നോക്കാതെ, ശരീരത്തിൽ നോക്കാതെ പിന്തിരിഞ്ഞു നിന്ന് സംസാരിച്ച ആ ചാരിത്രശുദ്ധിയുള്ളവൻ, അവന്റെ അടുത്തേക്ക് വന്ന ആ കിഷ്കിന്ധയാണ് രണ്ടാമത്തെ ഉദാഹരണം. അവിടുത്തെ രാജാവ് ബാലിയാണ്. ബാലി കാമതൽപരനാണ്. 100 കണക്കിന് സ്ത്രീകൾ അന്തഃപുരത്തിൽ വെച്ച് അവരെ പൂജിച്ചും അവരുടെ കൂടെ ജീവിച്ചവനുമാണ് ബാലി. പോരാ, ബാലിക്ക് മാതംഗ മാമുനി ശാപം കൊടുത്ത കഥ നാം കേട്ടിട്ടുള്ളതാണ്. ആ ശാപം കൊടുക്കുന്നതിന്റെ കാരണം ദുന്ദുഭി എന്ന് പറയുന്ന ഒരു അസുരന്റെ ജഡം വലിച്ചെറിഞ്ഞതാ. എന്തിനാ ദുന്ദുഭിയുമായി ബാലി യുദ്ധം ചെയ്തത്? വാൽമീകി രാമായണം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതൊരു സ്ത്രീ വിഷയമായിരുന്നു. ഒരു സ്ത്രീയുടെ പേരും ചൊല്ലി 2 കരുത്തന്മാർ തമ്മിൽ 1 വർഷക്കാലം രാജ്യഭരണത്തിൽ തിരിഞ്ഞു നോക്കാത്ത ബാലി ഒരു പെണ്ണിന്റെ പേരിൽ മറ്റൊരു കരുത്തനോടുകൂടി യുദ്ധം ചെയ്തപ്പോ 1 കൊല്ലം ആ രാജ്യത്ത് രാജാവില്ല. ഒരു രാജ്യത്തിലെ രാജാവ് ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് ഭരണത്തിൽ ശ്രദ്ധിക്കാതെ അദ്ദേഹം യുദ്ധം ചെയ്താൽ, വ്യക്തിഗതമായ ക്രോധത്തിന് അടിമപ്പെട്ട് മറ്റുള്ളവരോട് പെൺവിഷയത്തിൽ പോയി യുദ്ധം ചെയ്താൽ ആ പേക്കോലത്തെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കണ്ടേ? ഇദ്ദേഹമാണോ ഭരണാധികാരി? അതുകൊണ്ട് വാൽമീകിയുടെ മനസ്സിൽ അന്നത്തെ ആ രാജാവും യോഗ്യനല്ല. മൂന്നാമത്തെ രാജാവ് ലങ്ക ഭരിച്ച രാവണനാണ്. അവൻ കുറച്ചും കൂടി ഡിഗ്രി കൂടും. നമ്മളൊക്കെ പുറത്ത് യാത്ര ചെയ്ത് വന്നാൽ വീട്ടിൽ വരുമ്പോൾ 1 കിലോ ഓറഞ്ച്, 1 കിലോ ആപ്പിൾ, 1 കിലോ മുന്തിരിയും ഒക്കെ വായി വരുന്നത് പോലെ രാവണൻ പുറത്തു പോയി വന്നാൽ 8-10 പെണ്ണുങ്ങൾ കൂടെ ഉണ്ടാകും. അതാണ് രാവണന്റെ ഒരു വരവിന്റെ രീതി. രാവണൻ മൊത്തത്തിൽ രാവണനെ കുറിച്ച് 6 പേർ പറയുന്ന അഭിപ്രായമുണ്ട്. 1 മഹാപാർശ്വൻ, 2 അദ്ദേഹത്തിന്റെ ആ ദണ്ഡകാരണ്യത്തിൽ പോയ 14,005 പടയിൽപ്പെട്ട ഒരുവനായ അകമ്പനൻ, 3 സഹോദരന്റെ സ്വഭാവം ആങ്ങളയുടെ സ്വഭാവം പെങ്ങൾക്കറിയാവുന്നത് പോലെ ഭാര്യയ്ക്കറിയാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ശൂർപ്പണഖ, മാരീചൻ ഇവരൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിഭീഷണൻ, കുംഭകർണൻ ഇവരൊക്കെ രാവണന്റെ സ്വഭാവം പറയുമ്പോൾ മാരീചൻ പറയുന്ന സ്വഭാവമുണ്ട്. മഹാരാജാവേ രാവണ, 1000കണക്കിന് സുന്ദരീരത്നങ്ങൾ അന്തഃപുരത്തിലുള്ളപ്പോൾ എന്തിനാണ് കാട്ടിൽ ജീവിക്കുന്ന ആ സാധ്വീരത്നത്തെ പോയി നീ എന്തിനാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? നീ അവരോട് അഭിരമിക്കൂ, രാമൻ സീതയോട് ചേർന്ന് ജീവിക്കട്ടെ. പക്ഷേ രാവണനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. രാവണൻ ഭോഗതൽപരതയാണ് രാവണൻ. ആസക്തി കൈവിടാതെ കടിഞ്ഞാണില്ലാത്ത ആസക്തി കൊണ്ട് ലോകം മുഴുവൻ തനിക്ക് ഭുജിക്കാനും ഭോഗിക്കാനുമാണ് എന്ന് ചിന്തിച്ചവനാണ് രാവണൻ.
അതുകൊണ്ട് തൻ്റെ സഹോദരന്റെ മകനായ നളകൂബരന്റെ ധർമ്മപത്നിയാകേണ്ട രംഭയെ ബലാത്കാരം ചെയ്തവനാണ് രാവണൻ. മുന്നിൽ കാണുന്ന സ്ത്രീകൾക്കാർക്കും ലോകത്തിൽ ഒരിക്കലും സുരക്ഷയില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിച്ചവനാണ് രാവണൻ. മദ്യപാനത്തിലും മതോന്മത്തമായ പ്രവൃത്തി മാത്രം ചെയ്യുന്നവനാണ് രാവണൻ. അധികാരത്തിന്റെ ഗർവും കരുത്തും കൊണ്ട് സാമാന്യ ജനത്തെ അടിമകളാക്കി മറ്റുള്ളവരെ അവഹേളിക്കുന്നതിൽ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് രാവണൻ. ഈ പേക്കോലവും എത്രയും വേഗം ലോകത്ത് നിന്ന് ഇല്ലാതാക്കണം. അദ്ദേഹവും ലോകത്ത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന വ്യക്തിത്വമല്ല. വാൽമീകിയുടെ മനസ്സിൽ ഒരു സർവാവയവ സമ്പന്നൻ വരാനുള്ള കാരണം അന്ന് ഈ 3 രാജ്യങ്ങളിലും രാജ്യം ഭരിച്ച ആരും തന്നെ ആർക്കും അനുകരിക്കാൻ പറ്റുന്നവനല്ല. ഇനിയാണ് ആ ചോദ്യം മനസ്സിലാക്കേണ്ടത്. കോനോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ ച കോ യുക്ത സർവഭൂതേഷു കോഹിത വിദ്വാൻ കക്ക സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന. എത്ര മനോഹരാന്നറിയ ചോദ്യങ്ങൾ. സമൂഹത്തിൽ ഇല്ലാത്ത മൂല്യങ്ങളൊക്കെ നോക്കി ഒരു സമൂഹം സംസ്കാര സമ്പന്നമാകണമെങ്കിൽ എന്തൊക്കെ വാല്യൂസ് വേണോ, ഈ വാല്യൂസ് എല്ലാം എഴുതി വെച്ചാണ് തൻ്റെ കയ്യിലുള്ള പട്ടിക നിരത്തി വെച്ച് ചോദിക്കുന്നത്. അതാണ് നാരദമാമുനി കേട്ട വഴിക്ക് കൈവെള്ളയിലെ വരകൾ പോലെ ലോകത്തിന്റെ മുക്കും മൂലയും മനഃപ്പാഠമാക്കുകയും എന്നും എവിടെയും ചോദ്യങ്ങൾ പുഞ്ചിരിച്ച് നേരിടുകയും അതിനുത്തരം കൊടുക്കുകയും ചെയ്ത അറിവിന്റെ നിറകുടമായിട്ടുള്ള നാരദമാമുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ചോദിച്ച 15 ഗുണങ്ങളില്ലേ, വലിയ കഷ്ടമാണ് അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ. പക്ഷെ ഒരാളുണ്ട്. ആ ആൾ ഏതോ സ്വർഗലോകത്തിലിരിക്കുന്ന ഒരു ദേവദേവനല്ല. ആ ആൾ ഇനി പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന ഒരാളുമല്ല. ആ ആളുണ്ടല്ലോ ഇന്ന് ലൈവ് സ്റ്റാറ്റസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് രാജ്യം ഭരിക്കുന്നുണ്ട്. ഇന്നലകളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം? നമുക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എൻ്റെ വിജ്ഞാനദാഹം, വിജ്ഞാനത്തിൻ്റെ വിശപ്പ് മാറണമെങ്കിൽ എനിക്കിപ്പോൾ കിട്ടണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു പഴം തരട്ടെ. പഴം തരട്ടെ എന്ന തരൂ, നല്ല വിശപ്പുണ്ട്, ഇന്നല്ല നാളെ തരാം. എന്ത് കാര്യം? എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പം കിട്ടണം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ദുഃഖത്തിൽ നിന്ന് ഉണരാൻ പറ്റിയ എന്തെങ്കിലും തരൂ. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരൂ. നിങ്ങൾ നാളെയോ മറ്റന്നാളോ അതെനിക്ക് വേണ്ട, എനിക്ക് ഇന്ന് വേണം. ചോദ്യം ഇന്നുണ്ടോ? ഉത്തരം ഇന്നുണ്ട്. ആ വ്യക്തിത്വമാണ് ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമജനൈശ്രുത. സ്വാഗത ഭാഷണത്തിൽ മനോഹരമായി പറഞ്ഞ ആ വാക്കുകളുടെ വിശദീകരണമാണ് ഇത്ര നേരം പറഞ്ഞത്. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച് രാമനെന്ന് വിശ്രുതനായ പേര് കേട്ട ദശരഥനന്ദനായിട്ടുള്ള ദാശരഥി രാമൻ നീ ചോദിച്ച 15 ഗുണങ്ങളല്ല, അതിൻ്റെ 4 ഇരട്ടി ഗുണങ്ങളുള്ള 66 സദ്ഗുണ സമ്പന്നനായിട്ടുള്ള ഗുണങ്ങളുള്ള വ്യക്തിത്വമാണ്. കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് 66 സദ്ഗുണം. അതിലൊരു സദ്ഗുണം വശി എന്നുള്ളതാണ്. വശി എന്നാൽ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവൻ. നേരത്തെ പറഞ്ഞ 3 രാജാക്കന്മാർക്കും പറ്റാത്ത ഇന്ദ്രിയ നിഗ്രഹം ശീലമല്ലാത്ത മഹാരാജാക്കന്മാർ രാജ്യം ഭരിച്ച് പ്രജകളുടെ മുന്നിൽ, മാതൃകയല്ലാത്തവരുടെ മുന്നിൽ മാതൃകയായ വ്യക്തിത്വം വശി, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ശ്രീരാമഭദ്രൻ. പോരാ, പൂർവഭാഷി. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വാല്യൂ ആണ് പൂർവഭാഷി. ഒരാളെ കണ്ടാൽ ആദ്യം കയറി സംസാരിക്കുന്നവൻ. നമ്മുടെയൊക്കെ ഈ തലക്കനം കൊണ്ട് എൻ്റെ അടുത്ത് വരട്ടെ, എന്നോട് പറയട്ടെ, എന്നോട് മിണ്ടട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഒരു പൂപ്പുഞ്ചിരി പൊഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കില്ല, ഞാൻ ആരാണെന്നറിയുമോ, എൻ്റെ ചുമതല അറിയുമോ എന്നുള്ള അഹങ്കാരം ഒന്നുമില്ലാതെ പൂർവഭാഷിയാണ് ശ്രീരാമചന്ദ്രൻ.
ആദ്യം കയറി ആരെ കണ്ടാലും വേഗത്തിൽ പോയി സംസാരിക്കുന്നവൻ, മധുരകരമായി പൂപുഞ്ചിരി പൊഴിച്ച് സംസാരിക്കുന്നവൻ, അമൃത സമാനമായ വാക്കുകൾ പറയുന്നവൻ, മുതിർന്നവരോട്, വൃദ്ധന്മാരോട്, ശീലവൃദ്ധനും വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനും ധർമ്മവൃദ്ധനും, ഈ 4 വൃദ്ധന്മാരോട് പ്രേമപൂർവം ബഹുമാനപൂർവം സംസാരിക്കുന്നവൻ, ഈ മഹിമയെല്ലാം ഒത്തുചേർന്ന 66 സദ്ഗുണങ്ങളുടെ വിളനിലത്തിന്റെ പേരാണ് രാമൻ എന്നുള്ളത്. ശ്രീരാമചന്ദ്രൻ മൂല്യങ്ങളുടെ വിളനിലമാണ്. മൂല്യങ്ങളുടെ ആകാരത്തെ പറയുന്ന പേരാണ് രാമൻ എന്നുള്ളത്. ആ നരൻ 66 സദ്ഗുണങ്ങൾ ഒരു നരനിൽ വന്നു ചേർന്നാൽ ആ നരൻ നാരായണൻ അല്ലെങ്കിൽ പിന്നെ ആരാ? അതുകൊണ്ട് നരനിൽ നിന്ന് നാരായണത്വത്തിൽ എത്തുവാൻ വേണ്ടി ഒരു മനുഷ്യൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ട ചരിതമാണ് രാമചരിതം എന്നുള്ളത്. രാമചരിതം നരനെ നാരായണനാക്കാനാണ്, അല്ലല്ല, ഒരു നാരിയെ നാരായണിയാക്കാനാണ്. ഒരു നാരിയുടെ ഉള്ളിൽ വാല്യൂസ്, മൂല്യങ്ങൾ കൊടുത്ത് ഒരു നാരിയെ നാരായണിയാക്കി മാറ്റുവാനുള്ള ചരിതമാണ് രാമായണം. അതുകൊണ്ട് രാമായണത്തിൽ എനിക്ക് പറയാനുള്ള 4 കാര്യങ്ങളിൽ ഒന്നാമത്തത്, ഇവിടെയുള്ള വാൽമീകിയുടെയും നാരദ മാമുനിയുടെയും ഈ ഒരു സംവാദം, അതിനെ വിവിധങ്ങളായ നിൽപ്പുതറകളിൽ നിന്ന് നാം മനസ്സിലാക്കണം. പോരാ, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ കാര്യം ഇതാണ്: വാൽമീകിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതാണ്. വാൽമീകിക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ അദ്ദേഹം ഉന്നയിക്കുന്ന രീതി നാം മനസ്സിലാക്കണം. തനിക്ക് എന്താണോ പറയാനുള്ളത്, ആ പറയാനുള്ളത് കാര്യമാത്ര പ്രസക്തമായ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് പൂർണ്ണമായും ഒരു ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലാണ് ചോദ്യം. ഈ കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് നമ്മുടെ ഒരു പ്രശ്നത്തെ മറ്റൊരാളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അറിയുമോ? ഭാര്യ ഒരു കാര്യം പറയാനുള്ളൂ, സാരി ഒരെണ്ണം വാങ്ങണം, ഇത്രയേ ഉള്ളൂ പറയാം. അതിനുവേണ്ടി ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ? ഇല്ല, പറഞ്ഞോ. അല്ല, നിങ്ങൾ ദേഷ്യപ്പെടും, ഇപ്പൊ തന്നെ നിങ്ങളുടെ മുഖം ദേഷ്യത്തില. അല്ല, നീ പറഞ്ഞോ. അല്ല, പറ്റിക്കരുത്. അല്ല, നീ പറ. ഒരു 9 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകും. അതെനിക്കൊരു സാരി വേണം, നിനക്കൊരു സാരിയും ഇല്ല, പിന്നെ പറയാൻ പോണത് വേറെയാ. ഈ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ? അതങ്ങ് പറഞ്ഞൂടെ? സീത തനിക്ക് തൻ്റെ ഭർത്താവിന് വരാനൊരു ദോഷമുണ്ട് എന്ന് മനസ്സിലായി, തൻ്റെ ഭർത്താവിനൊരു വീഴ്ച വരും എന്ന് മനസ്സിലായി. സീത തൻ്റെ ഭർത്താവിനെ ഉപദേശിക്കുന്നുണ്ട്. 3 വാക്ക് 6 കാരണം കഴിഞ്ഞു. താങ്കൾക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വരും. ഇത് പറയുമ്പോൾ സീതയുടെ മുഖഭാവം വിനയമാണ് മുഖമുദ്ര. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖമുദ്ര എന്താ? വിനയാന്വിതയാണ് സീത. ഏത് കാര്യം ആരോട് പറയുമ്പോഴും നമ്മുടെ മുഖമുദ്ര എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 വിരല്, ഇവിടെ 5 വിരല്, 10 വിരലാണ് നമ്മുടെ മുഖമുദ്ര. നമ്മളൊരു കാര്യം പറഞ്ഞു പോയതാ. പോരാ, സീത ഒരു സത്യം പ്രിയമായി പറയുന്നവളാണ്. എങ്ങനെയാണോ താൻ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകണമെങ്കിലും അതിനൊരു സത്കാരഭാവം, ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ സത്യത്തെ പ്രിയമായി പറയാൻ പഠിക്കണം. പോരാ, സീതയുടെ വ്യക്തിത്വം ദാർഢ്യമാണ്. തൻ്റെ അഭിപ്രായത്തിലുള്ള ദാർഢ്യം, പറയേണ്ടത് പറയും സീത. പക്ഷെ അത് പറയുന്ന രീതിയാണ് ഈ വിനയവും ആ വിനയത്തോട് ചേർന്ന പ്രിയമായ ഭാവവും. രാമൻ ഇത് 3ഉം കേട്ടു. രാമനെ മുച്ചൂടെ വിമർശിക്കുകയാണ്. പക്ഷെ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഭവതിയുടെ കുലമഹിമയാണ് ഈ വാക്കുകളുടെ സൗന്ദര്യം. നമ്മുടെ ഭർത്താവ് തന്നെയാ പറയുക, നീ നിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചു തന്നെയാ ഇപ്പൊ കേട്ടത്, പിന്നെ പറയുക വേറെ പലരെയും പറ്റിയിട്ട. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് സീതയുടെ കാര്യത്തിൽ. അതുകൊണ്ട് രാമൻ സത്കാരഭാവത്തിൽ ആ വാക്കുകളെ മുഴുവൻ സ്വീകരിച്ചു. എന്നിട്ട് സീത പറഞ്ഞ വാക്കുകളെ വീണ്ടും എടുത്തു പറയുകയാണ്, ഇതാണ് ഭവതിയുടെ മഹിമ. ഇതേ കാര്യമാണ് ഹനുമാൻ അങ്ങ് അശോകവനിയിലെ ശിംശിബാ വൃക്ഷ ചുവട്ടിലിരുന്ന സീത പറയുന്ന വാക്കുകൾ ഓരോന്നും കേൾക്കുന്നു. ഇത് കഴിഞ്ഞ് രാവണനെ വധിച്ച് സീതയുടെ സമീപം 2ാമത് ചെല്ലുന്നുണ്ട് ആ സുന്ദര വാർത്ത കേൾപ്പിക്കാൻ. ആ സമയത്ത്
ഹനുമാൻ സീത പറയുന്ന ഉത്തരം കേട്ട് ഹനുമാൻ പറയുന്നുണ്ട്, ഭവതിയുടെ മനോഹരമായി വാക്കുകളുണ്ടല്ലോ, ശ്രീരാമചന്ദ്രനെ ചേർന്ന പട്ടമഹിഷി അവിടുന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മധുരമായി സംസാരിക്കാൻ ആർക്കാ പറ്റുക? ദുഃഖത്തിൻ്റെ കയത്തിൽ കിടന്ന ഒരു പെൺകുട്ടി, 32 വയസ്സ് തികയാത്തവൾ, 32 തികഞ്ഞിട്ടില്ല രാവണന്റെ അശോകവനിയിൽ നിന്ന് പോരുമ്പോൾ, അത് തികയാത്ത കുഞ്ഞിൻ്റെ, ആ പെൺകുട്ടിയുടെ മനോഹരമായ വാണികൾ കേട്ട് ഹനുമാൻ കൈകൂപ്പി പറയുന്നതും ഇത് തന്നെയാണ്. രാമായണത്തിലെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് നമ്മുടെ മനസ്സിൽ വേണം. 1. 2, ഭാവി ഭാരതത്തിൻ്റെ ചെങ്കോൽ പിടിക്കേണ്ട രാജകുമാരനാണ് രാമൻ. ഭാവി ഭാരതത്തിന് ഏറ്റവും കൂടുതൽ വർണ്ണശോഭയുണ്ടാകണമെങ്കിൽ, ഭാരതം അതിൻ്റെ സ്വത്വം വീണ്ടെടുക്കണമെങ്കിൽ രാമരാജ്യവും വേണം. അതുകൊണ്ട് രാമരാജ്യം സൃഷ്ടിക്കാൻ രാമനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാക്കാൻ ചെയ്ത പ്രവൃത്തി നോക്കൂ. ഈ പ്രവൃത്തി ചെയ്തത് വിശ്വാമിത്രനാണ്. വിശ്വാമിത്രൻ വെറുതെ വന്നങ്ങ് വിളിച്ചു കൊണ്ടുപോയതല്ല. ഒരു വലിയ ഋഷിമണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വിശ്വാമിത്രൻ ചെല്ലുന്നത്. ഒരു വലിയ ഋഷിമണ്ഡലം, അതിൻ്റെ പ്രതിനിധിയാണ് യാഗരക്ഷയ്ക്ക് രാമനെ കൊണ്ടുപോവുക. ഇത് കേവലം യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകാൻ, ഒരു യാഗം സംരക്ഷിക്കലല്ല. നാം അത് മനസ്സിലാക്കണം. ഭാവിയിലെ രാജാവിനെ വളർത്തിയെടുക്കാനുള്ള ശിക്ഷാ പദ്ധതിയാണ് യാഗരക്ഷ എന്നുള്ളത്. ഒരു ഭാവിയിലെ കരുത്തനായ രാജാവ്, എന്തൊക്കെയോ ഒരു രാജാവിന് വരാൻ സാധ്യതയുള്ള വീഴ്ചകൾ, ആ വീഴ്ചകളെല്ലാം രാമൻ എന്ന ഈ 13 വയസ്സുകാരനിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് കുട്ടികളെ വളർത്തുന്ന രീതിയിൽ ശ്രീരാമചന്ദ്രന്റെ ദോഷങ്ങളെ ഓരോന്ന് വേരോടുകൂടി പിഴുതെടുക്കുന്ന മനോഹരമായ ചിത്രമാണ് ഈ യാഗ സംരക്ഷണം. 2 വാല്യൂസ് രാമൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 1, എല്ലാവരും, ഞാനും നിങ്ങളും നമ്മളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട മനോഹരമായൊരു വാല്യൂ, ഒരു മൂല്യമുണ്ട്. അത് ദേവകാര്യത്തിൽ നിന്ന് പിന്തിരിയരുത് എന്നുള്ളതാണ്. അതാണ് വാൽമീകി രാമായണത്തിൽ എന്നും നമ്മൾ കേട്ടിട്ടുള്ള ശ്ലോകം, കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്വകം. രാമനെ വിളിച്ചുണർത്താണ്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വിളിച്ചുണർത്തതിൽ അവസാനം പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ആവശ്യമുണ്ട്, കർത്തവ്യം ദൈവമാന്വകം. രാമ, നമ്മുടെ അവശ്യ കർത്തവ്യമായ ദേവകാര്യം നമുക്ക് ചെയ്യാം, അതുകൊണ്ട് ഉത്തിഷ്ഠ. എന്തിനാ കുഞ്ഞുങ്ങളെ രാവിലെ വിളിച്ചുണർത്തുന്നേ? ഹിന്ദുക്കൾ വിളിച്ചുണർത്തുന്നത് എന്തിനാണെന്നറിയോ? ഹിന്ദു വീടുകളിൽ കുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ അച്ഛനും അമ്മയും പറയുന്ന ഒരു വാക്കുണ്ട്, എഴുന്നേൽക്ക് പഠിക്ക്, എഴുന്നേൽക്ക് വായിക്ക്, എഴുന്നേൽക്ക് പരീക്ഷ വരണത്, എഴുന്നേൽക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്, എഴുന്നേൽക്ക് പഠിക്ക് പഠിക്ക് പഠിക്ക്. നിങ്ങളൊരു ഇതര മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താമസിക്കൂ. അവിടുത്തെ അമ്മച്ചിയും അപ്പച്ചനും കുട്ടികളെ വിളിച്ചുണർത്തുന്നത് എഴുന്നേൽക്ക് പള്ളിയിൽ പോകൂ, എഴുന്നേൽക്ക് കുളിക്ക്, പ്രാർത്ഥിക്കൂ. ഒരു ഇസ്ലാം മത വിശ്വാസിയായ, തികഞ്ഞ ഇസ്ലാം മത വിശ്വാസിയായ ഒരു സനാതന ധർമ്മിയുടെ വീട്ടിലൊന്ന് താമസിക്കൂ. അവർ കുട്ടികളോട് പറയുന്നത് എഴുന്നേൽക്കൂ, കുളിക്കൂ, നിസ്കരിക്കൂ, എഴുന്നേൽക്കൂ, കുളിക്കൂ, ഖുർആൻ വായിക്കൂ, എഴുന്നേൽക്കൂ, കുളിക്കൂ, ഹദീസുകൾ വായിക്കൂ, എഴുന്നേൽക്കൂ, കുളിക്കൂ, നമ്മുടെ ദേവകാര്യങ്ങൾ ചെയ്യൂ, പള്ളിയിൽ പോകൂ. ഹിന്ദു മാത്രം പറയും എഴുന്നേൽക്ക് പഠിക്ക്, എഴുന്നേൽക്ക് പഠിക്ക്. ഈ ലോകത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലും സീറ്റ് കിട്ടുന്നത് ആർക്കാ? എഴുന്നേൽക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഹിന്ദു നാമധാരികളായ കുട്ടികൾക്കാണോ? എഴുന്നേൽക്ക് ദേവകാര്യം ചെയ്യൂ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ദേവകാര്യത്തെ കാർക്കശബുദ്ധിയാ ചെയ്യുന്ന ആ സംഘടിത മതവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നു? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അവർ മാത്രം വിജയിക്കുന്നത്? നമുക്കെന്തുകൊണ്ടാണ് ഒരു മത്സര പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ 100 റാങ്കിൽ എത്ര പേരുണ്ട് എപ്പോഴും പഠിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഈ സനാതന ധർമ്മികളുടെ വീട്ടിൽ എപ്പോഴും നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്ന് പറഞ്ഞ, പ്രാർത്ഥിക്കൂ, പള്ളിയിൽ പോകൂ എന്ന് പറഞ്ഞ സമൂഹം എന്തുകൊണ്ടാണ് രക്ഷപ്പെടുന്നേ?
ശരിക്കും നമ്മളല്ലേ രക്ഷപ്പെടേണ്ടത്. കാരണം നമ്മൾ കുട്ടികളോട് എന്താ പറയുന്നേ? എഴുന്നേൽക്ക്, പഠിക്ക്, എഴുന്നേൽക്ക്, പരീക്ഷയാ വരുന്നത്, നീറ്റ് വരുന്നു, നീ എന്താ ഈ ചെയ്യുന്നേ, എഴുന്നേൽക്ക്. കുഞ്ഞുങ്ങളുടെ സർവ വ്യക്തികളുടെയും അവശ്യ കർത്തവ്യത്തെ ബോധ്യപ്പെടുത്താണ്. പ്രത്യേകിച്ചും ഭാരതവർഷത്തിന്റെ ചെങ്കോൽ പിടിക്കേണ്ട രാജാവിനെ വാർത്തെടുക്കുകയാണ്, ഒരു നല്ല പൗരനെ വാർത്തെടുക്കുകയാണ്, ഒരു വിശ്വമാനവനെ വളർത്തിയെടുക്കുകയാണ്. ആ വളർത്തിയെടുക്കലാണ് കർത്തവ്യം, ദൈവമാന്വകം. ദേവകാര്യത്തിൽ നിന്ന് പിന്തിരിയരുത് രാമ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ രാവിലെ വിളിച്ചുണർത്തേണ്ടത് എഴുന്നേൽക്കുക, കുളിക്കുക, ദേവകാര്യം ചെയ്യുക. കുളിയും തേവാരവുമാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം. കുളിക്കോ എഴുന്നേറ്റാൽ? ആര് കുളിക്കുന്നു? 11 മണിയാവട്ടെ, എനിക്ക് ആ പണിയുണ്ട്, ഈ പണിയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഓ ശരി ശരി ശരി. ഇനി ദേവകാര്യം 6 മണിക്ക് എഴുന്നേറ്റാൽ 9 മണിക്ക് ഓഫീസിൽ ചെല്ലണം. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിൽ 6 മണി തൊട്ട് 6:30 വരെ ഇന്ന കാര്യം, അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് പ്രാർത്ഥന, അത് കഴിഞ്ഞാൽ ഇന്നത് ഒക്കെ ചെയ്തു. നമ്മൾ അന്ന് 6:10 എഴുന്നേൽക്കാൻ. എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കളയണമല്ലോ. എന്താ നമ്മൾ മാറ്റിവെക്കുക? പ്രാർത്ഥനയൊക്കെ വൈകിട്ടാവാം, പിന്നെ നമുക്ക് വല്ലതൊക്കെ കഴിച്ചു വേഗം പോവാ മനുഷ്യ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ ഭാഗമുണ്ടോ, ബന്ധമുണ്ടോ? നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ശ്രീരാമചന്ദ്രനെ മുൻനിർത്തി ആ പൂർവ പ്രപിതാക്കൾ മുഴുവൻ പറഞ്ഞത് കുളിക്കുക, തേവാരം. കുളിയും തേവാരവുമാണ് സനാതനധർമ്മം. രാവിലെ എഴുന്നേൽക്ക, കുളിക്കുക. എന്താ തേവാരം? തേവരുടെ കാര്യമാണ് തേവാരം, ദേവകാര്യമാണ് തേവാരം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുക, കുളിക്കുക ചെയ്യുന്നുണ്ടോ? നാമജപം മുടക്കാറുണ്ടോ? മുടക്കരുതേ. ശ്രീരാമചന്ദ്രന്റെ ജീവിതം നല്ലപോലെ ശ്രദ്ധിക്കൂ. രാമൻ ജീവിതത്തിൽ ഒരിക്കലും ദേവകാര്യം മുടക്കിയിട്ടില്ല. രാമന് വേണമെങ്കിൽ മുടക്കാമായിരുന്നു. വനവാസത്തിന്റെ 14 വർഷക്കാലം അങ്ങേയറ്റം പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ രാമന് വേണമെങ്കിൽ ആ നാമജപം മുടക്കാമായിരുന്നു. പക്ഷെ രാമൻ മുടക്കിയോ? എല്ലാ ദിവസവും ലക്ഷ്മണകുമാരനോട് പറയുന്ന വാക്കുണ്ട്, ലക്ഷ്മണ, ആദിമദൂതൻ അസ്തമയത്തിലേക്ക് കടന്നിരിക്കുന്നു, നിശാദേവത വന്നണയാൻ പോകുന്നു, നമുക്ക് സന്ധ്യാവന്ദനം ചെയ്യല്ലേ. രാമന് ഞാൻ കാട്ടിലല്ലേ, ഞാൻ ടൂറ് പോയിരിക്കല്ലേ, ഞാൻ വീട്ടിൽ വയ്യാണ്ടിരിക്കല്ലേ, ഞാൻ പണി കഴിഞ്ഞപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഇന്നലെ നേരം വൈകി കിടന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? 1000 കാരണങ്ങളിൽ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന കാര്യങ്ങളിൽ ജീവിതത്തിൽ മുൻഗണന ഏതൊന്നിനാണോ, ഏതൊന്നുകൊണ്ടാണോ എനിക്ക് അന്തിമമായ കാര്യവിജയം ഉണ്ടാകുന്നത്, ആ വിജയത്തെ ജീവിതത്തിൽ നിന്നൊരിക്കലും ശ്രീരാമചന്ദ്രൻ ഒഴിവാക്കിയിട്ടില്ല. രാമൻ എന്നും ചെയ്തു എന്ന് മാത്രമല്ല, 55-ാമത്തെ വയസ്സിൽ മരണദേവതയെ പുൽകുവാൻ വേണ്ടി പോകുന്ന അന്നത്തെ പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റ് സന്ധ്യാവന്ദനം ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് ദേവതകളെ മുഴുവൻ കൂടെ ചേർത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് മരണദേവതയെ പുൽകാൻ പോകുമ്പോഴും രാമന്റെ ചുണ്ടിൽ ദേവനാമങ്ങൾ മാത്രമായിരുന്നു. നമ്മൾ ദേവകാര്യത്തെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത്? ശ്രീകൃഷ്ണൻ 100 വയസ്സ് വരെ ജീവിച്ച മഹാനുഭാവൻ ജീവിതത്തിൽ എന്നും നാമം ജപിച്ചിരുന്നു, അഗ്നിക്രിയ ചെയ്തിരുന്നു, സ്വാധ്യായം ചെയ്തിരുന്നു, ശിവസ്തോത്രം ചൊല്ലിയിരുന്നു, ശിവപൂജ ചെയ്തിരുന്നു, ദുർഗാശതി ചൊല്ലിയിരുന്നു, ത്രയംബകേശ്വരനെ പൂജിച്ചിരുന്നു. മഹാഭാരതം ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കൂ. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ എന്നെങ്കിലും നാമം ജപിക്കാത്തൊരു ദിവസം കാണിച്ചു തരൂ. മഹാഭാരതത്തിൽ പലയിടങ്ങളിലും ശ്രീകൃഷ്ണന്റെ ഈ ഭവ്യമായ പെരുമാറ്റത്തെ, ജീവിതചര്യയെ വേദവ്യാസൻ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നുണ്ട്. ദൂതിന് പോകുമ്പോൾ മൃഗസ്ഥലത്ത് താമസിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റ് അഗ്നിക്രിയ ചെയ്യുന്ന കൃഷ്ണൻ, യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശരതൽപ്പത്തിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാൻ പോകാം രാവിലെ എന്ന് പറഞ്ഞ് രാവിലെ യുധിഷ്ഠിരൻ ഈ കൃഷ്ണനെ കാണാൻ വരുമ്പോൾ ശ്രീകൃഷ്ണൻ പ്രാർത്ഥനാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ.
ജയദ്രഥനെ കൊല്ലണമെങ്കിൽ അർജുന ഒരൊറ്റ വഴിയുള്ളൂ, ത്രയംബകേശ്വരനെ പൂജിക്കാമെന്ന് പറഞ്ഞ് രാത്രിയിൽ ആ ഗാന്ധീവമെടുത്തൊരു പീഠത്തിൽ വെച്ച് ത്രയംബകനാഥനെ, ത്രയംബകേശ്വരനെ, ആ ജലന്ധരനാഥനെ തൊഴാൻ വേണ്ടി പ്രാർത്ഥിച്ച് അന്തിമമായ വിജയം നമുക്കാണ്, ത്രയംബകേശ്വരൻ നമ്മളിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് മുൻപ് അർജുനനോട് പറയുന്ന, അർജുന, നമുക്ക് യുദ്ധത്തിൽ വിജയിക്കണോ, ഈ പരീക്ഷയിൽ വിജയിക്കണോ, ജീവിതത്തിൽ നാം നേരിടുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കണോ എങ്കിൽ ഒരു കാര്യം അവശ്യം ചെയ്യൂ അർജുന, ആ തേരിൽ നിന്നിറങ്ങൂ, ഈ ഭൂമിയിൽ, ഈ ഭൂമി മാതാവിൻ്റെ മടിത്തട്ടിൽ നിവർന്നു നിന്ന് ദുർഗാദേവിയെ ദുർഗാശതി ഉതീരണം ചെയ്യൂ എന്ന് പറഞ്ഞത് കൃഷ്ണന്. രണ്ടു പേരും തേരിൽ നിന്നിറങ്ങി ഒരു പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് രണ്ട് കയ്യും കൂപ്പി 13 ശ്ലോകങ്ങളുള്ള ദുർഗാശതി ചൊല്ലിയിട്ടാണ് യുദ്ധത്തിന് ആരംഭം കുറിക്കുന്നത്. ഈ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, അന്തിമമായി നമ്മൾ വിജയിക്കും, ദേവകാര്യമാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ കൃഷ്ണന് പറയാമായിരുന്നു, ഞാൻ ഉണ്ടടാ നിന്റെ കൂടെ, അടിച്ചോ എന്ന് പറഞ്ഞില്ല. ദേവകാര്യം ചെയ്യും. അതാണ് ഭഗവത്ഗീതയിൽ സുന്ദരമായി സ്വർണലിപികളിൽ കൃഷ്ണൻ പറഞ്ഞത്, അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അഞ്ചാമത്തെ ഘടകമായ ദേവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് അർജുന. അതുകൊണ്ട് ഭയക്കണ്ട, നാം വിജയിക്കും. എപ്പോൾ? ദേവകാര്യം രാമൻ മുടക്കിയിട്ടില്ല, കൃഷ്ണൻ മുടക്കിയിട്ടില്ല, നമ്മുടെ പൂർവികരാരും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ദേവകാര്യത്തിൽ നിന്ന് നാം പിന്നോട്ട് പോകരുത് എന്നതാണ് രാമായണം പഠിപ്പിക്കുന്ന സുന്ദരമായ മൂല്യം എന്നുള്ളത്. രണ്ടാമത്തെ, മൂന്നാമത്തതും അവസാനത്തതുമായ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ശ്രീരാമചന്ദ്രൻ 13 വയസ്സ്, ആ വയസ്സ് നമുക്കറിയാം ടീനേജാണ്, കൗമാരമാണ്. കൗമാരത്തെയും നമുക്കറിയാം. കൗമാര ശബ്ദത്തിന് അർത്ഥം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ വീട്ടിൽ കൗമാരക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അച്ഛനമ്മമാർ അത് പഠിക്കുകയും വേണം. കൗമാര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പഠിപ്പിക്കുന്നതിന് പകരം രാമായണത്തിൽ വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രന് കൊടുക്കുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റിചുളിയും ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഏതൊക്കെ, എന്താ നമ്മുടെ ഉള്ളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? ശ്രീരാമചന്ദ്രന് വിശ്വാമിത്രൻ കൊടുക്കുന്ന ആ വിദ്യാഭ്യാസം നമ്മൾ സരയൂ നദിയുടെ ആ തിട്ടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഈ ദേവകാര്യത്തിൽ രാമനെ സ്ഥാപിപ്പിച്ച് കൊണ്ടുപോയത് എവിടേക്കായിരുന്നു? രണ്ടാം ദിവസം എവിടെയാ അന്തി ഉറങ്ങിയത്? അന്തി ഉറങ്ങിയ സ്ഥലം മറക്കരുത്. ടീനേജുകാരനെ, കൗമാരക്കാരനെ വഴിതെറ്റാതെ കൊണ്ടുപോയിരുത്തിയത് കാമാശ്രമത്തിലാണ്. എന്തിനാ കാമാശ്രമം തെരഞ്ഞെടുത്തേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിത്താര തെരഞ്ഞെടുത്ത് അവിടേക്ക് പോയി മനോഹരമായ പറുദീസകളും സ്ഥലങ്ങളും നല്ല പുൽത്തകിടികളും നല്ല നല്ല വർണ്ണാഭമായ നിറങ്ങളുള്ള ചിത്രശലഭങ്ങളുമുള്ള സന്തോഷകരമായൊരിടത്തേക്ക് ടൂർ പോകാമായിരുന്നല്ലോ. എന്തിനാ കാമാശ്രമം? കൗമാരക്കാരനോട് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയണം. സതീദേവിയുടെ മരണത്തിന് ശേഷം പരമശിവൻ തപം ചെയ്ത് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഇടമാണ് രാമ ഈ ഇടം. ആ ശിവഭഗവാന്റെ ശിഷ്യഗണങ്ങളാണ് ഈ തപം ചെയ്യുന്ന ഋഷിഗണങ്ങളെല്ലാം. ഇവരെല്ലാവരും ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരാണ്. ഈ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തതിനെ കുറിച്ചാണ് പിന്നെ പറയാനുള്ളതൊക്കെ വിശ്വാമിത്രന്. ആരോട്? ടീനേജുകാരനോട്. ടീനേജുകാരന് കൊടുക്കേണ്ട സെക്സ് എഡ്യൂക്കേഷൻ ഇന്ദ്രിയങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി നാം നിഗ്രഹിക്കണം എന്നതാണ്. അല്ലാതെ JNUയിലൊക്കെ ചെയ്യുന്നത് പോലെ 50 പൈസ കൊടുത്താൽ കിട്ടാവുന്ന ചിലതൊക്കെ കൊണ്ടു നടന്ന് വനാന്തരങ്ങളിൽ വനത്തിനു പിന്നിൽ പരത്തിനു പുകളിലൊക്കെ ഒളിച്ചും പത്തും പതുങ്ങി ചെയ്യുന്ന മൃഗങ്ങളെക്കാളും കഷ്ടമായ പേക്കോലങ്ങളെ കാമതൽപരരെ സൃഷ്ടിക്കലല്ല സെക്സ് എഡ്യൂക്കേഷൻ. മറിച്ച് ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുക, ശ്രീരാമനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസമുണ്ട്. രാമ, ശിവഭഗവാൻ തപം ചെയ്യുമ്പോൾ സാക്ഷാൽ കാമദേവൻ ശിവന്റെ ഉള്ളിൽ കാമതൽപരത ഉണ്ടാക്കുവാൻ ധാരാളം പരിശ്രമം നടത്തുന്നുണ്ട്. സഹികെട്ട ശിവൻ തൻ്റെ തൃക്കണ്ണു തുറന്ന് ആ മന്മഥനെ, ആ കാമദേവനെ അങ്ങ് കത്തിച്ച് ചാമ്പലാക്കി. അതോടുകൂടി
കാമദേവന് ശരീരമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് അംഗരാജ്യം എന്നാണ്. ഈ സ്ഥലത്തിൽ അംഗങ്ങളൊന്നും ഇല്ലാത്ത ആ കാമദേവന്റെ ഒരു ചിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. കാമദേവൻ ഇപ്പൊ ശരീരമില്ല. അദ്ദേഹം എവിടെ ഇരിക്കും? ഇരിക്കാൻ ഇനി ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ശരീരമുള്ളവരുടെ ഉള്ളിൽ കയറിയിരിക്കും. അതുകൊണ്ട് കാമം മനോഗതമാണ് രാമ. എന്താ പഠിപ്പിച്ചേ? കാമം ഏതെങ്കിലും വസ്തുക്കളിൽ കാമമുണ്ടോ? അവളിൽ കാമമുണ്ടോ? അവനിൽ കാമമുണ്ടോ? സ്ത്രീയിൽ കാമമുണ്ടോ? പുരുഷനിൽ കാമമുണ്ടോ? എന്തിലാ കാമമുള്ളത്? അവനിലാണ് കാമമെങ്കിൽ അവനെ കാണുന്ന സർവർക്കും കാമം തോന്നണം. ചിലർക്ക് കൈ തരിക്കുകയാണ് ചിലരെ കാണുമ്പോൾ. അവളിലാണ് കാമമെങ്കിൽ ചിലർക്ക് അവളെ കണ്ടാൽ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കാണാം. എങ്കിൽ ഒരു സ്ത്രീയിലോ പുരുഷനിലോ ആണ് കാമമെങ്കിൽ കാണുന്ന എല്ലാവർക്കും അവരോടത് തോന്നണ്ടേ? എന്താ എല്ലാവരോടും അത് തോന്നാത്തത്? കാമം മനോഗതമാണ്. കാമം മനസ്സിലാണ്. എൻ്റെ മനസ്സിലുള്ള കാമമാണ് ഞാൻ മറ്റൊന്നിൽ കണ്ടത്. അതിൽ ചില ചമൽക്കാരങ്ങൾ കൊടുക്കും. താമരപ്പൂവിൻ്റെ പോലത്തെ കണ്ണ്, മുല്ലപ്പൂ മൂട്ട് പോലത്തെ പല്ല്, ഇതൊക്കെ കൊടുത്ത് ഈ ചമൽക്കാരൊക്കെ കൊടുത്തപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ വാസന അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ കണ്ട സിനിമയിലെ നായകനെ ഞാൻ പ്രതിഷ്ഠിച്ചു. അവന് സിക്സ് പാക്ക് വേണമെന്നൊന്നും നിർബന്ധമില്ല. അവൻ ഏതെങ്കിലും ബസ്സിൻ്റെ കണ്ടക്ടറായാലും കുഴപ്പമില്ല. ഞാൻ അവനെ അങ്ങ് ഒരു വലിയ നായകനാക്കി തീർത്തു. എവിടെയാ കാമം ഇരിക്കുന്നത്? മനോഗതമാണ് രാമ. അതുകൊണ്ട് മനസ്സിലാണ് സർവ പരിവർത്തനവും ചെയ്യേണ്ടത്. എന്തൊരു നല്ല വിദ്യാഭ്യാസമാണെന്നറിയോ? അതുകൊണ്ട് കാമത്തെക്കുറിച്ച് ഭംഗിയായി പഠിപ്പിച്ചു. കാമം എന്ന് പറഞ്ഞാൽ തനിക്ക് അപ്രാപ്യമായൊരു വസ്തു സുഖഹേതുവായി വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരാണ് സുഹൃത്തെ കാമം. അല്ലാതെ ഒരു വസ്തു കണ്ടു, സൗന്ദര്യമുള്ള ഒന്നിനെ കണ്ടു, അതിനെ ഞാൻ നോക്കി, ഞാൻ ആസ്വദിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ അതോടുകൂടി അത് അവസാനിപ്പിക്കണം. പിന്നെ അത് ചോന്ന് നടക്കരുത്. പോണ പോക്കിൽ രണ്ടാമതും നോക്കി, മൂന്നാമതും നോക്കി, അത് വേണ്ട. ഒരു പ്രാവശ്യം ഇതൊക്കെ ചെയ്യാം. ഒരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാനിതൊന്നും ചെയ്യില്ല, എങ്കിൽ നിങ്ങൾ വേഗം ഒരു ഡോക്ടറെ കണ്ടോളൂ, നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ കണ്ടാൽ നാളെ ജീവിതം ഭദ്രമായിരിക്കും. പറയാണ്, ഈ കാമം ഉണ്ടല്ലോ, ഒരു വസ്തു എനിക്ക് അപ്രാപ്യമാണ്, എനിക്ക് ഒരിക്കലും പ്രാപിക്കാൻ പറ്റുന്നതല്ല, എൻ്റേതല്ലാത്ത ഒന്ന് സുഖഹേതുവായി എനിക്കൊരു സുഖത്തിന് വേണ്ടി അത് വേണം എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ പേരാ കാമം. അപ്പോൾ ആ ചോദ്യം, എൻ്റേതാണെങ്കിലോ? എൻ്റേതല്ലാത്തത് എൻ്റേതാണെങ്കിലോ? അതിൻ്റെ പേരാണ് രാഗം. കാമവും രാഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കിട്ടാത്തതിനോട് കാമം, കിട്ടിയതിനോട് വല്ല കാമുണ്ടോ? ആർക്കുമില്ല. കിട്ടാത്തതിനോടാണ് കാമം, കിട്ടിയതിനോട് രാഗം. രാഗം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിക്കുന്നതിനെ പറയുന്ന പേരെന്താണെന്നറിയോ? അനുരാഗം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് അനുരാഗമാണ്. അനുരാഗമുണ്ടോ? ഉണ്ടെങ്കിൽ കേമം, സമൃദ്ധി, അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യം. ഇവിടെ രാമനെ പഠിപ്പിക്കുന്ന ഈ വിദ്യ രാമനെ മാത്രമാണോ? സുമിത്രാദേവി തൻ്റെ മകനായ ലക്ഷ്മണനെയും ഇത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഭാരതവർഷത്തിൽ ഒരാൾ മാത്രം പോരാ. അങ്ങനെ ലക്ഷ്മണകുമാരന് കൊടുക്കുന്ന ഉപദേശം കൂടി നമ്മളൊന്ന് കേൾക്കണം. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ്. അപ്പൊ എന്നോട് പറഞ്ഞ സമയമാവും, 6:15 പറഞ്ഞത്, 6:13. ലക്ഷ്മണകുമാരൻ വനവാസത്തിന് പോകുമ്പോൾ പ്രായം 25 വയസ്സാണ്, തുടുത്ത യൗവനമാണ്. അമ്മയായ സുമിത്രാദേവി തൻ്റെ ഭർത്താവ് കേൾക്കെ പറഞ്ഞ വാക്കാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവ് ആ കാമതൽപര ഭാവത്തോടുകൂടി കൊടുത്ത ഒരു 14 വർഷം 2 വരങ്ങളുടെ പേരും പറഞ്ഞ് കണ്ണീര് തൂകി നിൽക്കുമ്പോൾ, തൻ്റെ മക്കൾ വനവാസത്തിന് പോകുമ്പോൾ ഇടിഞ്ഞ ഹൃദയത്തോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നൈരാശ്യത്തിൻ്റെ പടുകുഴിയിൽ പതിച്ച ആ വൃദ്ധ പിതാവായ ദശരഥൻ, ആ ദശരഥൻ വിഷമിച്ച് നിൽക്കുമ്പോൾ അമ്മ തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാമായണത്തിൽ ആ പ്രസിദ്ധ ശ്ലോകം പറഞ്ഞു കൊടുത്തു. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ അടവിം വിദ്ധി ഗച്ഛ താത യഥാസുഖം. അങ്ങനെ പോയി എൻ്റെ മോൻ തിരിച്ചു വാ.
ഇതിലെല്ലാം നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ വരിയെ നമുക്ക് ആവശ്യമുള്ളൂ. മാം വിദ്ധി ജനകാത്മജാം. ഒന്ന് പറഞ്ഞു നോക്കൂ. മാം വിദ്ധി, മനസ്സിലാക്കൂ, ജനകാത്മജാം, ജനകന്റെ പുത്രി ജാനകി ഞാനാണ്, അമ്മയാണ് കേട്ടോ. എന്തിനാ അങ്ങനെ പഠിപ്പിച്ചേ? എന്തിനാ അത് പറഞ്ഞേ? അച്ഛൻ കേൾക്കലേ അല്ലേ പറഞ്ഞേ? എന്തുകൊണ്ടാ ഒരു മകനെ അങ്ങനെ പറയാൻ കാരണം? മകനായാലും മകളായാലും ജനിക്കുന്ന കുഞ്ഞിന് അച്ഛൻ്റെ സ്വഭാവമായിരിക്കും. അച്ഛൻ്റെ പുനർജനനമാണ്, പുരുഷന്റെ പുനർജനനമാണ് കുട്ടികൾ. ഒരു പുരുഷന് തൻ്റെ ശരീരത്തെ വിസ്തരിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ അദ്ദേഹം ഒരു ജായയെ തേടും. ജായ, ജനിപ്പിക്കുന്നവൾ. അതിനെ നമ്മുടെ നാട്ടിൽ പെണ്ണ് കാണാന്നാ പറയുക. അതിനെ സഭ്യമായി പറഞ്ഞാൽ അവന്റെ ശരീരത്തെ വിസ്തരിപ്പിക്കണം. തനു എന്ന് പറഞ്ഞ ശരീരം. തനു വിസ്താരേ, ശരീരത്തെ വിസ്തരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് വീണ്ടും പുനർജനിക്കണം. അതുകൊണ്ട് പ്രസവിക്കുന്നത് ആരാ ശരിക്കും? ആരാ? ഇനി നല്ലോണം പോയി ആലോചിക്കണം. പുരുഷനാണ് പ്രസവിക്കുന്നത്. ആരാ പ്രസവിക്കുന്നേ? അതിന് പ്രാന്നുള്ള വാക്കങ്ങ് കള. എന്നിട്ട് ആലോചിക്കൂ, ആരാ പ്രസവിക്കുന്നേ? ഒരു സംശയവും വേണ്ട, പുരുഷന്റെ പുനർജനനമാണ് സർവ്വ കുഞ്ഞുങ്ങളും. അച്ഛന്റെ സ്വഭാവത്തിന്റെ വൈചിത്ര്യം മുഴുവൻ ഈ കുഞ്ഞുങ്ങളിൽ കാണും. ഇതറിയണമെങ്കിൽ പ്രഹ്ലാദ ചരിതം ഒന്ന് പഠിച്ചാൽ മതി. കയാതുവിന് നല്ല ബോധ്യമുണ്ട്, ഇവൻ അസുരകുലത്തിൽപ്പെട്ട അഗ്രിമനായിരിക്കും. അല്ല, അവനെ ദേവത്വമുള്ളവനാക്കാൻ ഒരമ്മയുടെ തപസ്സുണ്ട്. പക്ഷെ ഇവിടെ ഈ അമ്മ, അച്ഛനാരാ? 3 കെട്ടിയവനാണ്. പോരാ, ദശരഥന് അന്തഃപുര സ്ത്രീകൾ 300 പേരാണ് വാൽമീകി രാമായണത്തിൽ. എത്ര എണ്ണ? ഈ അന്തഃപുര സ്ത്രീ എന്താണെന്നറിയില്ല കേട്ടോ, ഇപ്പോഴേ തന്നെ ഓരോന്ന് ഇമാജിൻ ചെയ്ത് കൂട്ടരുത്. എന്തായാലും 300 അന്തഃപുര സ്ത്രീകൾ. രാമൻ വനവാസത്തിന് പോകുമ്പോൾ കരഞ്ഞ ആർത്തനാദം മുഴക്കി അന്തഃപുര സ്ത്രീകൾ പറയുന്നത്, കൗസല്യാമാതാവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിച്ചിരുന്ന രാമകുമാരനിത അടവിയിലേക്ക് യാത്രയാകുന്നു, നമ്മൾ എങ്ങനെ ഇത് സഹിക്കുമെന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന അന്തഃപുര സ്ത്രീകളെ വാൽമീകി വർണ്ണിക്കുമ്പോൾ, ഈ അന്തഃപുര സ്ത്രീകൾ 300 പേരും 3 ഭാര്യമാരുമുള്ള ഭോഗതൽപരനായി ഈ അച്ഛൻ്റെ മകന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഭോഗചിന്ത ണ്ടായാൽ ഇവൻ എവിടേക്കാ പോകുന്നേ? കാട്ടിലാ പോകുന്നേ. കാട് ഏതാ? സുഖശീതളിമയുടേതാണ്. കാട് സ്വച്ഛന്തമാണ്. കാട് തണുപ്പാണ്. സ്വാഭാവികമായും കെട്ടിയ പെണ്ണിനെ വീട്ടിലിരുത്തി പോകുന്ന ഇവന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും കാട്ടിൽ രാമൻ എപ്പോഴും അടുത്തുണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു സ്വകാര്യതയും ഏകാന്തതയും വരുമ്പോൾ മനുഷ്യ മനസ്സിന്റെ വൈചിത്ര്യം നല്ലപോലെ അറിയാം. പുരുഷന്റെയും സ്ത്രീയുടെയും മനസ്സിന്റെ മാറ്റം നല്ലപോലെ ജ്ഞാനമൂർത്തിയാണ് സുമിത്രാദേവി. രാമായണത്തിലെ ജ്ഞാനമൂർത്തിക്ക് അത് കാരണം 2 പ്രാവശ്യമൊക്കെ പായസം കൊടുക്കും. അവൾ ജ്ഞാനമൂർത്തിയാണ്, അറിവിൻ്റെ നിറകുടമാണ്, വേദജ്ഞയാണ്, വേദം പഠിച്ചവളാണ്, വേദവാണി എപ്പോഴും പറയുന്നവളാ. അവളാണ് നല്ല മകനെ വളർത്തു. അതുകൊണ്ട് അവൾക്ക് 2 ഉണ്ടായാലും പ്രശ്നമല്ല, അവളെ കൊണ്ട് അതിന് സാധിക്കും. അതുകൊണ്ട് അച്ഛൻ്റെ ഈ ഭോഗതൽപരത കാടിൻ്റെ അനുകൂല സാഹചര്യങ്ങളിൽ എൻ്റെ മകൻ്റെ അടിത്തട്ടിൽ പോലും ഉണ്ടാകരുത് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരമ്മ ഉപയോഗിച്ച വാക്കാണ് മാം വിദ്ധി ജനകാത്മജാം. ജാനകി ഞാൻ തന്നെയാണ് സൗമിത്രേ, അത് നീ ഒന്ന് ഓർക്കണേ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സ്വഭാവ വൈചിത്ര്യം അറിയാതെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരമ്മ ഇന്നു മുതൽ കുഞ്ഞുങ്ങളിൽ ഈ ദേവചിന്ത വളർത്തി അവരിൽ മാതൃഭാവത്തെ ഊട്ടിയുറപ്പിച്ച് അവരുടെ ഉള്ളിൽ നല്ല സദ്ഗുണങ്ങളും ഇത്തരത്തിലുള്ള കഥകളും പറഞ്ഞ് ആ ഉള്ളിൽ നിന്ന് എങ്ങനെയാണോ സൗമിത്രി ചാരിത്രശുദ്ധനായത് സുമിത്രാമ വളർത്തിയത് കൊണ്ട്, അപ്പോൾ സുമിത്രാമമാരുണ്ടെങ്കിൽ സൗമിത്രിമാരുണ്ടാവില്ലേ? പുതിയ തലമുറ രക്ഷപ്പെടണമെങ്കിൽ ആര് പുനർജനിക്കണം? ലക്ഷ്മണനല്ല, സൗമിത്രി പുനർജനിക്കണമെങ്കിൽ സുമിത്ര വേണം. സുമിത്രയുണ്ടോ? അത്രയേ ഉള്ളൂ ചോദ്യം. അതുകൊണ്ട് സുമിത്രമാർ പുനർജനിക്കട്ടെ. സ്വാഭാവികമായും സൗമിത്രി എന്ന, ലക്ഷ്മണൻ എന്ന ഇത്രയും നിഷ്കളങ്കനായൊരു വ്യക്തിത്വം, ആ മൂല്യങ്ങളുടെ വിളനിലം ഉണ്ടാകട്ടെ. ഇങ്ങനെ രാമായണം നമ്മൾ
ഒന്ന് അന്വേഷിച്ചാൽ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാവിധത്തിലുമുള്ള കൗടുംബിക നിയമഗ്രന്ഥമാണ് വാൽമീകീയ രാമായണം അഥവാ രാമചരിതം. അതാണ് കഴിഞ്ഞ 31 ദിവസവും 32 ദിവസവും ചേർന്ന് നിർത്തി നമ്മൾ ഓരോ വീടുകളിലും ഓരോ ഗൃഹങ്ങളിലും രാമായണത്തിൻ്റെ ജ്ഞാനദീപത്തെ, ആ ജ്ഞാനഗംഗയെ പ്രസരിപ്പിക്കുകയായിരുന്നു. അത് ചെയ്ത അമ്മമാരുടെ ആ ഒരു പ്രവൃത്തിയെ എന്തുകൊണ്ടും ചെന്നൈ ഇതുവരെ കാണാത്ത, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചെന്നൈയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ അമ്മമാരുടെ ആ മാതൃശക്തി വീട് വീടാന്തരം കയറി ഇറങ്ങി ഇല്ലങ്ങൾ തോറും രാമായണത്തെ പ്രചരിപ്പിക്കുന്ന പ്രചണ്ഡമായ ഈ മിന്നൊളിയാണ്, ഈ തുടികൊട്ടാണ് നമ്മൾ ഇന്ന് കേവലം ഒരു തുണിയാണെങ്കിൽ പോലും അമ്മമാർ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ അവരെ അംഗീകരിക്കുന്നു, അവർ ചെയ്ത പ്രവൃത്തിയെ പ്രാർത്ഥനയോടെ സ്മരിക്കുന്നു. എന്നും നന്മകൾ ഉണ്ടാകട്ടെ, എന്നും ശ്രേഷ്ഠതയുണ്ടാകട്ടെ. സാധിക്കുമെങ്കിൽ എല്ലാ മാസവും പുണർദം നക്ഷത്രത്തിൽ എല്ലാ മാസത്തിലും രാമായണ ശീലുകൾ ഓരോ വീടുകളിലും വീണ്ടും വായിക്കാൻ തുടങ്ങട്ടെ. ചെന്നൈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭാവന എന്ന് പറയുന്നത്, മൂല്യം എന്ന് പറയുന്നത്, എല്ലാ മാസവും രാമായണ പാരായണമുണ്ട്. ആരുടെ നേതൃത്വത്തിൽ? സത്സംഗമ എന്ന് പറയുന്ന ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിരവധി തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളുണ്ട്. നാമജപത്തെ, നാമം ജപിക്കണം, ഗുരുക്കന്മാരെ പൂജിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിത്വത്തെ എനിക്കറിയാം. എന്ന് കണ്ടാലും എന്നോട് പറയും, ഒന്ന് നാമം ജപിക്കാൻ പറയൂ എന്ന് പറഞ്ഞ് ഒരു പ്രവീൺ ചേട്ടൻ എന്നും കണ്ടാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം മുഴുവൻ നാമം ജപിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, വീടുകളുണ്ടാകട്ടെ. അതുകൂടി മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണൻ ഇത് മുടക്കിയിട്ടില്ല എന്ന് ഉറച്ച ബോധ്യത്തോടെ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എല്ലാ മാസത്തിലും പുണർദം നക്ഷത്രം, ഈ രാമായണ സ്വാധ്യായ സമിതി എന്ന് പറയുന്ന ഒരു ശക്തി കൊണ്ട് എല്ലാ മാസവും രാമമുഖരിതമായ രാമൻ എന്ന ആ വ്യക്തിത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു സമൂഹം വളരട്ടെ, ജനിക്കട്ടെ. അതിന് ഓരോരുത്തർക്കും അവരവരുടേതായൊരു സംഭാവന കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് വീണ്ടും അമ്മമാരുടെ ഈ പരിശ്രമത്തെ സർവാത്മന ഹൃദയം കൊണ്ട് ഒരു 100 കയ്യടികൾ കൊടുത്തുകൊണ്ട് വന്നു ചേർന്ന സർവർക്കും ശ്രീരാമപാദങ്ങളിൽ സമർപ്പണ ബുദ്ധിയാ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.